എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള കീം അഥവാ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ പരീക്ഷാഫലം ഹൈക്കോടതി വിധി പ്രകാരം പുതുക്കി പ്രഖ്യാപിച്ചു. റാങ്ക് പട്ടികയിൽ വലിയ മാറ്റമാണ് പുതുക്കിയ പട്ടികയിൽ പ്രകടമായത്. 1ാം റാങ്ക് കിട്ടിയ കുട്ടി 7ാം സ്ഥാനത്തായപ്പോൾ 5ാം റാങ്ക് കിട്ടിയ കുട്ടി 1ാം സ്ഥാനത്തെത്തി. ആദ്യ 100-ൽ നേരത്തെ 43 പേരാണ് കേരള സിലബസിൽ നിന്നും ഉൾപ്പെട്ടത്. ഇത് പുതിയ ലിസ്റ്റിൽ 21 ചുരുങ്ങി. വർഷങ്ങളായുള്ള പരാതിക്ക് പരിഹാരമായി കേരള സിലബസുകാർ മേൽക്കൈ നേടിയതായിരുന്നു ഈ വർഷത്തെ ആദ്യ കീം റാങ്ക് പട്ടിക. കേരള സിലബസുകാരായ 47,175 പേർ ഇത്തവണ ആദ്യ പട്ടികയിൽ വന്നു. ആദ്യ 10 റാങ്കിൽ കഴിഞ്ഞ വർഷം കേരള സിലബസുകാർ ആരും ഉണ്ടായിരുന്നില്ല. ഇത്തവണ 5 പേർ ഇടം പിടിച്ചു. ഇതിനെല്ലാം വലിയ മാറ്റമാണ് പുതുക്കിയ റാങ്ക് പട്ടികയിൽ വന്നിരിക്കുന്നത്. കേരള സിലബസിൽപ്പെട്ട കുട്ടികൾ പിന്നോക്കം പോകുന്ന കാഴ്ചയാണ് പുതുക്കിയ പട്ടികയിൽ പ്രകടമായത്. സർക്കാർ പുറത്തുവിട്ട ആദ്യ റാങ്ക് പട്ടികയിൽ 86,549 പേർ പരീക്ഷ എഴുതിയതിൽ 76,230 പേർ യോഗ്യത നേടിയിരുന്നു. ആദ്യ 5,000 റാങ്കുകാരിൽ 2,539 പേരുമായി കേന്ദ്ര സിലബസുകാർക്കായിരുന്നു കഴിഞ്ഞ വർഷം ആധിപത്യം. കേരള സിലബസുകാർ 2,034 പേരും. പുതിയ മാർക്ക് സമീകരണത്തോടെ കേരള സിലബസിലെ 2,539 പേർ പട്ടികയിൽ മേൽക്കൈ നേടി. കേരള സിലബസുകാരുടെ നഷ്ടം നികത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തമിഴ്നാട് മാതൃകയിലുള്ള പരീക്ഷണത്തിന് ഇത്തവണ സർക്കാർ മുതിർന്നത്. പക്ഷേ അതിൻ്റെ സമയക്രമം ചോദ്യം ചെയ്താണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റാങ്ക് പട്ടിക റദ്ദാക്കിയതും വ്യാഴാഴ്ച ഡിവിഷൻ ബെഞ്ച് അത് ശരിവെച്ചതും. ജൂലൈ 1 റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് 1 മണിക്കൂർ മുൻപാണ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത്. ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പട്ടിക ഹൈക്കോടതി റദ്ദാക്കിയത്. സർക്കാർ സമർപ്പിച്ച ഹർജി ഡിവിഷൻ ബെഞ്ചും തള്ളിയതോടെ അപ്പീലുമായി മേൽക്കോടതിയിലേക്കില്ല എന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് പഴയ ഫോർമുല പ്രകാരം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുകയും ചെയ്തു. ഒടുവിൽ ഫലത്തിൽ സർക്കാർ അവകാശപ്പെട്ട കേരള സിലബസുകാരുടെ നഷ്ടം നികത്താനാവാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രോസ്പെക്ടസ് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തന്നെ പുതിയ സമീകരണ രീതി അതിൽ വ്യക്തമാക്കിയിരുന്നെങ്കിൽ അനിശ്ചിതത്വം ഒഴിവാക്കാമായിരുന്നു. മേൽക്കോടതിയിൽ പോയാലും ഹൈക്കോടതി ഉത്തരവിന് മാറ്റം വരില്ലെന്ന് മുന്നിൽ കണ്ടാണ് സർക്കാർ പഴയ ഫോർമുല പിന്തുടർന്ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.